വെൽക്കം ടു ഫൈനൽ പാർട്ട് ഓഫ് മൈ വ്ലോഗ് ഗൈസ്. എൻ്റെ ഫൈനൽ പാർട്ടാണ് ഞങ്ങളുടെ സ്റ്റേക്കേഷൻ്റെ ഞങ്ങളുടെ ടൂറിൻ്റെ കാര്യം ഒന്നും ഞാനിതിൽ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൺലി സ്റ്റേക്കേഷൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആർക്കെങ്കിലും മൂന്നാർ ടൂർ പോകണോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫ്രാഗ്നൻ്റ് നേച്ചർ മൂന്നാർ എന്നുള്ളത്. നിങ്ങൾക്ക് പറക്കാട്ട് പോലെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം പറക്കാട്ടിനേക്കാൾ നല്ല റേറ്റ് കൂടുതലാണ് ഗൈസ്. ഇത് നമ്മുടെ കണ്ണിച്ച് കുറച്ച് തെള്ളിപ്പോയതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇത് വേർത്താണ്. നമുക്ക് ക്യാമ്പ് ഫയർ, പൂള്, ലക്ഷറീസ് ആയിട്ടുള്ള ബാത്റൂംസ്, റൂംസ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ എല്ലാവരും വന്ന് വെള്ളത്തിൽ ചാടി ഗൈസ്. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ അഡ്രസ്സ് തന്നെ ഇങ്ങോട്ട് മാറ്റിയാലോ എന്നല്ല ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. അത്രയും നല്ല നമുക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി വിത്ത് നല്ല ആൾക്കാർ പ്ലസ് നല്ലൊരു ആംബിയൻസ്, കാം, എസ്തെറ്റിക് ലുക്കാണ് ഗൈസ് നമുക്ക് ഇവർ തന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വ്ലോഗ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതൊരു മലയുടെ പുറത്താണ്. ഈ മലയുടെ പുറത്തുനിന്ന് ബാൽക്കണിയുടെ തട്ട് വാ പൊളിച്ച് നിൽക്കുമ്പോൾ നല്ല രസമാണ് ഗൈസ്. അത്രയ്ക്ക് കിടിലാണ്. പറക്കാട്ടിനേക്കാൾ എന്തുകൊണ്ട് സൂപ്പറായിരിക്കും എനിക്ക് 100% ഇത് പറയുന്നത് വെർത്താണ് ഗൈസ്. അപ്പോൾ ആരെങ്കിലും മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രാഗ്നൻ്റ് നേച്ചർ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ അത്ര